പരമേശ്വരി ഒരു മിനിറ്റ്, വെള്ളം കുടിക്കുന്നോ? വേണ്ട വേണ്ട. ആരുടെ ബാബു അത്? നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്ന പുതിയ സാറാ. തെക്കേത്തൊടിയിലെ ജാനുമ്മയുടെ വീട് ഒഴിഞ്ഞിടക്കുമല്ലേ? ശ്രീകുമാറിന്റെ വീട്. അത് തന്നെ. അത് ഈ സാറിന് വേണ്ടി വിജയ മെമ്പർ പറഞ്ഞു വെച്ചിരിക്കുക. അതൊന്ന് കാണിച്ചു കൊടുക്കണം. പോട്ടേച്ചി. ഇറങ്ങിയപ്പോഴേ ആളെ എനിക്ക് മനസ്സിലായി. കയ്യിൽ ബാഗും കൂടെ കണ്ടപ്പോഴേ ആളെ ഞാൻ ഉറപ്പിച്ചു. അതാ ഞാൻ ധൈര്യത്തോടെ വിളിച്ചത്. സാർ ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അത് ഓട്ടോ വല്ലതും വിളിക്കണോ? വേണ്ട, നമുക്ക് നടന്നു. സാറേ ബാഗ് ഞാൻ പിടിക്കണോ? അതിനുള്ള പ്രായമൊന്നും. സാറ് കഴിഞ്ഞ ആഴ്ച തന്നെ വരുമെന്നാ വിജയ മെമ്പർ പറഞ്ഞത്. വൈകുന്നേരം പിന്നീടാണ് അറിയിച്ചത്. വീട്ടിലെ ഈ കുറച്ച് മരാമത്ത് പണികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. സാറ് ഫാമിലി ആയിട്ടാണോ അതോ ഒറ്റയ്ക്കാണോ താമസം? തൽക്കാലം തനിച്ചേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കാന്നേ. അതാ ഒരു കണക്കിന് നല്ലത്. ഇനി ഒരുപാട് നടക്കാനുണ്ടോ? സാറ് മടുത്തൂല്ലേ? നമ്മൾ എത്തി. ആ തിരിവ് കഴിഞ്ഞാൽ കാണാം. പഞ്ചായത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ടാവും. സാറിന് വണ്ടി ഉണ്ടല്ലോ അല്ലേ? താമസമൊക്കെ ഒന്ന് സെറ്റായിട്ട് കൊണ്ടുവരാന്ന് കരുതി. വേറെയും കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. എല്ലാം പതിയെ മതി. ഇനി കുറച്ചു കാലം സാറ് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. ഇതാ കാണുന്നതാ വീട്. മാസമായിട്ട് ഇത് അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥന്മാരൊക്കെ? ശ്രീകുമാർ മരിച്ചത് പിന്നെ ജാനകി അവിടെ ഒറ്റയ്ക്കാണ് താമസം. അവർക്കും പ്രായം കൂടി വരികയല്ലേ. ആകെ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടിയാണ് പോയത്. തനിച്ചാക്കണ്ടെന്ന് കരുതി തൃശ്ശൂരുള്ള മകളൊന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അടച്ചിടണ്ടെന്ന് പറഞ്ഞ് വിജയ മെമ്പർ നിർബന്ധിച്ചിട്ടാ ജാനകി അമ്മ വീട് തരാൻ സമ്മതിച്ചത്. ശരി. പിന്നെ ഈ വീടും പറമ്പ് നോക്കാനായിട്ട് ഒരാളുണ്ട്, ചന്ദ്രൻ. മൂപ്പര് ഇവിടെ എവിടെയാ കാണണം. എന്നാൽ നമുക്ക് അങ്ങോട്ട് കയറിയാലോ? ആയിക്കോട്ടെ. സാറേത് അവരെ കുറെ സാധനങ്ങൾ മുറിയിലിട്ട് പൂട്ടെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതായിരിക്കും.
എന്നാ പിന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ സാറേ? പോയിട്ട് ഇത്തിരി പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ ഇവിടെ ആയിട്ടൊന്ന് സെറ്റ് ആവട്ടെ. എന്നാ ആയിക്കോട്ടെ സാറേ. ഒരു കാര്യം ചെയ്യ്, ഇത് വെച്ചോ. ഇതൊന്നും വേണ്ടായിരുന്നു സാറേ. ഇരിക്കട്ടെ, ഒരു സന്തോഷമല്ലേ. എങ്കിൽ ശരി സാറേ. ശരി, ഓക്കെ. അപ്പുറത്തായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നേല്ലേ ഉള്ളൂ. സാറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ച്. പുല്ലൊക്കെ വളർന്നേ മുറ്റാകെ നാശമായി കിടക്കുന്നു. ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ബാബു പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാൾ വരുമെന്ന്. അല്ല, അതെന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? സാറ് വന്നപ്പോൾ ഞാൻ പാടത്തായിരുന്നേ. മേലാകെ ചെളിയായി. പുഴയിലൊന്ന് മുങ്ങി വന്നതാ. ആ ശരി. അല്ല, സാറ് തനിച്ചേ ഉള്ളൂ? തൽക്കാലം തനിച്ചേ ഉള്ളൂ. എന്ന് വെച്ച് സാറ് വിഷമിക്കണ്ട. ഒരു കൂട്ടിന് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. വീടും പറമ്പും കിടക്കണ കണ്ടില്ലേ? എങ്ങനെ കിടന്നതാ? എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, പിന്നെ ഭാര്യയും മോളും. സ്വസ്ഥം. ചെറിയ കുടുംബം അല്ലേ? അല്ല, ഇയാളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരുമില്ല, തനിച്ച. സാറ് വിഷമിക്കണ്ട, ഞാൻ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. സംസാരിച്ച് ഞാൻ സമയം കളഞ്ഞു. ഞാൻ ഇറങ്ങിയ സാറിൻ്റെ പണി നടക്കട്ടെ. അങ്ങനെ ഒന്നുമില്ല, ഏതായാലും ഒരു കൂട്ടായല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ സാർ ഇറങ്ങിയോ? ആ ഇറങ്ങി. ആ ദിവസമല്ലേ? സാറ് പോയിട്ട് വാ. ശരി, ഞാനിവിടെ കാണും. ശരി, വൈകിട്ടാണ്.
അപ്പോൾ വന്ന കാര്യം ഓക്കെ ആയില്ലേ? എല്ലാം ശരിയായി മെമ്പറെ, വലിയ ഉപകാരം. എന്തിന്? ഇതിനൊക്കെ തന്നെയല്ലേ ഞാനിവിടെ ഉള്ളത്. എന്നാ ശരി, ശരി, കാണാം. മൂന്ന സാറേ. ആ സാറേ സുഖമല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. താമസം എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. പിന്നെ ബാബുവിനെ കൂടെ നിർത്തിക്കോ, ആളൊരു പരോപകാരിയാ. പിന്നെ എല്ലാവരെയും പരിചയപ്പെട്ടോ? പരിചയപ്പെട്ട് വരുന്നു. പിന്നിപ്പോൾ വന്നല്ലേ ഉള്ളൂ. പതിയെ മതി, ഇവിടെ തന്നെ ഉണ്ടല്ലോ. പാർട്ടി സമ്മേളനം വരുക, ഞാനൊരല്പം തിരക്കില്ല. വിശദമായിട്ട് നമുക്ക് പിന്നെ ഇരിക്കാം. ശരി, കാണാം. ഓ ആയിക്കോട്ടെ. ഈ തനിച്ചുള്ള താമസം വലിയ കടുപ്പാ. മിണ്ടാനും പറയാനും ആളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എപ്പോഴില്ലെങ്കിലും എനിക്കൊരു കൂട്ടിനൊരാളവിടെ ഉണ്ട്. അയൽക്കാരനാണോ? അല്ലല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ്. ആളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുകൊള്ളാലോ. ആളുടെ സംസാരം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗാണ്. അവിടുത്തെ പണികളൊക്കെ മൊത്തം ചെയ്യണ മുമ്പ് തന്നെയാണ്. എന്തായാലും കൂട്ടിനൊരാളുള്ളത് നല്ലതാ. അതെ അതെ. സാറേ, ബില്ലിംഗ് ടാക്സ് അടയ്ക്കാനുള്ള ഡ്യൂസ് ഫയലാ, നമ്പർ ഇടണം. ആള് വരാൻ നോക്കിയിരുന്ന പോലെ ഉണ്ടല്ലോ പണി തരാൻ. അല്ല, നിങ്ങളിത് എപ്പോഴാ വന്നേ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പിന്നിലുണ്ടായിരുന്നു. നിങ്ങൾ രാവിലെ ഒരു നേരം തുടങ്ങുന്ന പണിയല്ലേ, നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നുമില്ല? ശരിക്കും പറഞ്ഞ ഇപ്പോഴാ റെസ്റ്റ്. ആഹാ, അത് കൊള്ളാലോ. മൂന്നാം സാറേ, ചേട്ടാ നിർത്തണേ. സാറങ്ങോട്ടാ നടന്നിട്ട്? ഞാനേ കുറച്ച് സാധനങ്ങൾ മേടിക്കാം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ബസ് പിടിക്കണം. പിന്നെ ബാബു വേണ്ടാ? പാലക്കാട് നിന്ന് ഒരു പാർട്ടി ഇടുന്നു, ഒരു സ്ഥലക്കച്ചവടം, ഒന്ന് കാണണം. ആ നടക്കണം. ആ ചന്ദ്രൻ പിന്നെ വന്നിരുന്നു? പുള്ളി അന്നേ വന്നായിരുന്നു, വന്നപ്പോൾ മുതലുള്ള പണിയാ. ഓ, സാറൊരു ചായ കുടിക്കുന്നു? ഇല്ല ഇല്ല. പിന്നെ ഇപ്പം ഓ ശരി, എന്നാ കാണാം. കാണാം. സാറ് വന്നിട്ട് 2 ദിവസമായി അറിഞ്ഞു. ഇങ്ങോട്ടും വരാൻ പറ്റിയില്ല, ആശുപത്രിയിലായിരുന്നേ, സുഖമില്ല. ചെക്കൻ്റെ ഫോണിലേക്ക് ജാനകിമ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറ് വന്ന് വരും അറിഞ്ഞത്. ഈ ചുമ കണ്ടിട്ട് അസുഖം ശരിക്കാണ്ട് മാറില്ലെന്ന് തോന്നുന്നു. അവിടെ കിടന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ? മരുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചാലും സൂക്കേട് മാറുമല്ലോ. അതുകൊണ്ട് സാറ് നിനപ്പം ഇതൊക്കെ വാങ്ങിയിട്ട് വന്നു. ആ അടുത്തിട്ട് മുറിക്കകത്ത് ജാനകിമ എല്ലാം വെച്ചിട്ട് പോയിരിക്കണത്. ഓ, അതൊന്നും കുഴപ്പമില്ല. സാർ വാല് പറഞ്ഞേ, ആ മുറി ഞാൻ തുറന്നു. സാറ് വരുന്നത് കാരണം എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടിരുന്നതാ. ജാനകിയമ്മൻ ഇവിടെ നിന്ന് താമസത്തിന് വരാനൊന്നും പോകുന്നില്ല. ഞാൻ മുറി തുറന്നു തരാം. ഓ, സാറിന് ആവശ്യമുള്ള എന്താ വെച്ചെടുത്തോ. ആയിക്കോട്ടെ. ഇവിടെ നിന്ന് ആവശ്യമുള്ള സാധനം വെച്ചാൽ സാറിന് എടുക്കാം. അല്ല, എല്ലാം കൂടെ പറഞ്ഞ് സാറിന് ബുദ്ധിമുട്ടിക്കുന്നില്ല. സാർ സമാധാനത്തോടെ എന്താ വെച്ച ആവശ്യമുള്ള എടുത്തോ. ചാവി കയ്യിൽ വെച്ചാൽ മതി, ഞാൻ പിന്നീട് സൗകര്യം പോലെ ഒന്ന് വിളിച്ചോളാം. ഇത് ചന്ദ്രനല്ലേ?
ചന്ദ്രൻ ഞാനല്ലേ? ഇത് ശ്രീകുമാർ, ഇവിടുത്തെ കുട്ടിയാ. പാവം, ദൈവം അതിന് ആയുസ് കൊടുത്തില്ല. സാറേ 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 വാ. അന്നമ്മ കുളിക്കാൻ പോയതാ. ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. വൈകിട്ടും കാണാണ്ടായപ്പോൾ തിരക്കി ചെന്നവരാകേണ്ടത്. പുഴയോരത്ത് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ മുങ്ങിത്തെറിഞ്ഞപ്പോൾ കണ്ടു. നല്ല സ്നേഹമുള്ള കുട്ടിയായിരുന്നു സാറേ. അതിൻ്റെ വിധി ഇങ്ങനെയായി. അപ്പോൾ നിങ്ങളാണോ ഈ ചന്ദ്രൻ? അതെ സാറേ, ഈ വീടും സ്ഥലമൊക്കെ നോക്കി നടത്തുന്നത് ഞാനാ. സാറെന്ന് അങ്ങനെ ചോദിച്ചേ? ഹേയ്, ഒന്നുമില്ല. എന്നാൽ ഞാൻ പോട്ടെ സാറേ. സാറിനൂടെ പണിയൊക്കെ ഉള്ളതല്ലേ. ഞാൻ പോയിട്ട് നാളെ വരാം. നൽകുന്നേ